ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പഠിച്ചൊരു കോഴ്സിനെ പറ്റിയിട്ട് എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഞാൻ GAFDയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് ഇരിഞ്ഞാലക്കുടയിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പലർക്കും പല സംശയങ്ങളുണ്ടാവും. അതായത് നമ്മളിത് പഠിക്കുമ്പോൾ നമുക്ക് നല്ല പൈസ ചിലവ് വരുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ, അങ്ങനെ പല സംശയങ്ങളും പലർക്കും ഉണ്ടാവും. ഞാൻ പഠിച്ച GAFD അത് ഗവൺമെൻറ് സ്ഥാപനം ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ ഫീസുകൾ ഒന്നും തന്നെ നമുക്ക് വരുന്നില്ല. നമ്മളതിൽ ചേരുമ്പോൾ തന്നെ നമുക്കൊരു അഡ്മിഷൻ ഫീസ്, അതുപോലെ തന്നെ ഒരു PTAയുടെ ഫണ്ട്, അങ്ങനെ ചെറിയൊരു ഫീസാണ് വരുന്നുള്ളൂ. പിന്നെ ബാക്കി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വർക്ക് കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കൽസ് കുറേ വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നമ്മുടെ പൈസ എടുത്തിട്ട് നമ്മൾ മേടിക്കണം. അപ്പം നമുക്ക് ആ ഒരു മെറ്റീരിയൽസ് വാങ്ങണ ചിലവ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ അവിടെ സീറ്റുകളൊക്കെ ഇത്ര സീറ്റുകളാണ് ഉണ്ടാവുള്ളൂ. അതിൽ ഫസ്റ്റത്തെ ഇയർ നമുക്ക് 24 സീറ്റുകൾ ആകെ ഉണ്ടാവുള്ളൂ. പിന്നെ അത് അടുത്ത വർഷമാകുമ്പോൾ അത് 48 സീറ്റുകൾ ഉണ്ടാവും. നമ്മളിവിടെ പഠിക്കണമെങ്കിൽ തന്നെ അതിന് ഏജ് ലിമിറ്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. നമുക്കിപ്പോൾ വീട്ടമ്മമാർക്ക്, അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ അറിയണ ആൾക്കാരുണ്ടാവും, കുറേ ആൾക്കാർ. അപ്പോൾ അവർക്ക് ഫാഷൻ ഡിസൈനിങ് പഠിച്ചാൽ കൊള്ളായിരുന്നു, പക്ഷേ പൈസ ചിലവ് കാരണം നമുക്കത് ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഏജ് ലിമിറ്റേഷൻ ഉണ്ടോ, അങ്ങനത്തെ ഒക്കെ കുറേ സംശയമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഏജ് ലിമിറ്റേഷൻ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഏത് പ്രായത്തിലുള്ളവർക്കും പോയി പഠിക്കാം. അതുപോലെ തന്നെ ഗേൾസിനും ബോയ്സിനും പഠിക്കാനായിട്ട് പറ്റും. കൂടുതലായിട്ടും ഇതിൽ നമ്മൾ ഗേൾസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഏകദേശം മെയ് ലാസ്റ്റ് ടൈമിലൊക്കെയാണ് ഇതിൻ്റെ അഡ്മിഷൻ കാര്യങ്ങൾ ഒക്കെ വരുന്നത്. നമ്മൾ കൂടുതലും ഇങ്ങനെ കുറേ ഓൺലൈൻ ക്ലാസ് അങ്ങനെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. പക്ഷേ ഇത് നമുക്ക് ഓൺലൈൻ ക്ലാസ് അല്ല, നമ്മൾ നേരിട്ട് തന്നെ പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുകയാണ് ചെയ്യുക. അതായത് അതിന് ഒരു ടൈമുണ്ട്, രാവിലെ 9 to 4 വരെ നമുക്കതിനൊരു ടൈമുണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ കാര്യങ്ങൾ പോവാം. നമുക്ക് അവിടെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരിട്ട് തന്നെ പോയിട്ട് ക്ലാസ് പോയി അറ്റൻഡ് ചെയ്യണം. അല്ലാതെ ഇതിൻ്റെ ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ല. പിന്നെ നമുക്കിത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ +2 അല്ലെങ്കിൽ ഡിഗ്രി അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഇതിൽ നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ തന്നെ നമ്മളെ ക്വാളിഫിക്കേഷൻ നോക്കുന്നത് നമ്മുടെ SSLC ആണ്. അപ്പം നമ്മുടെ 10ാം ക്ലാസ്സിലത്തെ മാർക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമുക്കവിടെ സീറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ +2 ഡിഗ്രി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ സർട്ടിഫിക്കറ്റൊക്കെ വെക്കാം. പക്ഷേ നമ്മൾ അവിടുത്തെ സീറ്റ് നമുക്ക് കിട്ടുന്നത് അവർ നോക്കുന്നത് ഈ SSLCത്തെ മാർക്കാണ് നമ്മുടെ നോക്കുക. നമ്മൾക്ക് ഇതിനോട് താല്പര്യമുണ്ട്, നമുക്കിത് പഠിച്ചാൽ നല്ലതാണ്, അങ്ങനെ നമുക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉള്ളവർ മാത്രം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, സീറ്റൊക്കെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിക്കുള്ളവർ മാത്രം ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സീറ്റ് വെറുതെ പോകുമല്ലോ. കാരണം നമുക്ക് നല്ലോണം പ്രാക്ടിക്കലുകൾ ചെയ്യാനുണ്ട്, വർക്കുകൾ കുറേ ഉണ്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ പോകുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് വർക്ക് കാര്യങ്ങളാകുമ്പോൾ നമ്മൾ ഭയങ്കര ലോഡാകുമ്പോൾ നമ്മൾ വിചാരിക്കും നിർത്താം, അങ്ങനെ തോന്നും. അപ്പോൾ പിന്നെ നമ്മൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ പോയി അത് പകുതിക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുക, അങ്ങനെ നമുക്ക് താല്പര്യമില്ലാത്തവർക്ക് പറ്റിയൊരു ഇതല്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കേരളത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ടോട്ടൽ ഒരു 42 എണ്ണം ഉണ്ട്. ഞാനിവിടെ പഠിച്ചത് ഇരിഞ്ഞാലക്കുടയിലാണ്. പിന്നെ സിലബസുകളൊക്കെ പലയിടത്തും ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. പിന്നെ ഇതിൽ നമുക്ക് തിയറി ക്ലാസ് വരുന്നുണ്ട്, ഒരു തിയറിയാണ് വരുന്നത്. പിന്നെ ഫുള്ളും നമുക്ക് പ്രാക്ടിക്കൽസ് കാര്യങ്ങളൊക്കെയാണ്. കൂടുതലായിട്ട് നമ്മളിങ്ങനെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം പോലെയാണ്. കാരണം ഇവിടെ നമുക്കങ്ങനെ ഫീസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും വരുന്നില്ല. പക്ഷെ നമ്മൾ ഡിഗ്രി കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൈസ ചിലവ് കാര്യങ്ങൾ ഇപ്പോൾ ഒരു 50,000 അങ്ങനെ പൈസ ചിലവ് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്കങ്ങനെ ഫീസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു ചിലവ് വരുന്നില്ല. പക്ഷേ നമ്മൾ ഈ മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ എല്ലാം നമുക്കൊരു പൈസ വരും. എന്നാലും നമുക്കിങ്ങനെ ഫീസായിട്ടൊന്നും വലിയ എമൗണ്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല.
അപ്പോൾ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവർ അയ്യോ എനിക്ക് പൈസ ഇല്ല അങ്ങനത്തെ ആ ഒരു ഇതുള്ളവർക്കൊന്നും ടെൻഷൻ അടിച്ചൊന്നും വിഷമിച്ചൊന്നും ഇരിക്കേണ്ട. കാരണം ഇവിടെ നമുക്കങ്ങനെ പൈസ ചിലവ് അങ്ങനെ ഫീസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും വരുന്നില്ല. ഇവിടെ നമുക്ക് പഠിക്കുമ്പോൾ ഏകദേശം ഒരു 6 സബ്ജക്റ്റ് അടക്കമാണ് നമുക്ക് വരുന്നത്. റെക്കോർഡ് വർക്കുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ സിലബസ് വരുന്നത് മലയാളത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം മലയാളത്തിലാണ്. നമ്മൾ എക്സാം എഴുതുന്നതായാലും എല്ലാം മലയാളത്തിലായിരിക്കും ഉണ്ടാവുക. നമുക്കൊരു തിയറി എക്സാം ഉണ്ടായിരിക്കും, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് പഠിച്ചിട്ടാണ് നമുക്കൊരു തിയറി എക്സാം വരിക. അതും മലയാളത്തിലാണ്. അത് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെയൊക്കെയാണ് ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. പിന്നെ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എനിക്ക് സ്റ്റിച്ചിങ് അറിയില്ല, സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല, അങ്ങനെയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട. കാരണം സ്റ്റിച്ചിങ് അറിയാത്തവർക്കായാലും ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫുള്ള് നമുക്ക് സ്റ്റിച്ചിങ്, അതുപോലെ തന്നെ നമ്മുടെ മെഷീൻ നമ്മളെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക കാര്യങ്ങൾ, ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കൽ കാര്യങ്ങൾ ഒക്കെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ബേസിക്കായിട്ടുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്കൊരുവിധം മെഷീനൊക്കെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ മെഷീൻ്റെ പാർട്സ് കാര്യങ്ങൾ, ഓരോരോ ഭാഗങ്ങൾ, അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ സാധാരണ നമ്മൾ ക്ലാസ് എങ്ങനെയാണോ അതുപോലെ തന്നെ റെഗുലർ ക്ലാസ് ആയിരിക്കും. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ തന്നെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ അറിയില്ലെങ്കിൽ തന്നെ നമുക്ക് അതൊക്കെ നമ്മുടെ കൈയൊക്കെ വഴങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കുറേ നമ്മൾ വരയ്ക്കൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ വരയ്ക്കാനും ഏകദേശം ഒരുവിധമൊക്കെ നമ്മൾ പഠിച്ചെടുക്കും. പിന്നെ ഞാൻ പറഞ്ഞ ടൈം പല സ്ഥലത്ത് ചിലപ്പോൾ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ 9:30 4:30 അങ്ങനെയൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഞാൻ പഠിച്ച ടൈമിൽ അവിടെ ഈ ഒരു ടൈം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ അഡ്മിഷൻ്റെ കാര്യത്തിന് നമ്മൾ കൊടുക്കാൻ പോകുമ്പോൾ നമുക്കൊരു പ്രോസ്പെക്ടസ് തരും. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഒക്കെയാണ് കൊണ്ടുപോകേണ്ടത്. നമുക്ക് പിന്നെ നമുക്ക് സീറ്റ് കിട്ടാനുള്ള ഓരോ ഇതുകളുണ്ടാവുമല്ലോ. നമുക്കിപ്പോൾ ഈ ഓരോ OBC അങ്ങനെ ഓരോ ഇതിന് ഇത്രയും സീറ്റുകൾ, ഇങ്ങനെ മുൻഗണനകൾ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു പ്രോസ്പെക്ടസ് നമുക്ക് അവിടെ നിന്ന് തരും. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമുക്ക് എഴുതിയിട്ടുണ്ടാവും. നമുക്കപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ അവരൊരു ഡേറ്റ് പറയും. ആ ഡേറ്റിന് നമ്മൾ ഇൻ്റർവ്യൂവിന് പോവുക. അപ്പോൾ നമ്മൾ ഇന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഉള്ള ഒരു ബുക്ക് പോലെ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് തരും. അപ്പോൾ നമ്മൾ അവർ പറയുന്ന ഡേറ്റിന് പോവുക. നമ്മൾ കൂടുതലും നമ്മളുടെ ഈ SSLC സർട്ടിഫിക്കറ്റ് എന്തായാലും വേണം. നമ്മുടെ അത് വെച്ചിട്ടായിരിക്കും നമുക്ക് സീറ്റ് കിട്ടുന്നത് കാര്യങ്ങൾ. അപ്പോൾ അതും പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് പറയണ കുറേ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ സ്കൂളിൽ പഠിച്ച് അവിടെ നിന്ന് പോരുമ്പോൾ നമുക്ക് TC കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് അതിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, നമുക്കിത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, വെറുതെ ആവോ പഠിച്ചത്, അങ്ങനെയൊക്കെ കുറേ ഒരു ഇതുണ്ടാവും. ഞാനിവിടെ പഠിച്ചിറങ്ങിയതിന് ശേഷം എൻ്റെ ഇത് പറയാം കേട്ടോ. ഞാനിവിടെ പഠിച്ചിറങ്ങിയതിന് ശേഷം ഒരു 1.5 years ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം. എന്നുവെച്ചാൽ നമ്മൾക്ക് പറഞ്ഞില്ല, നമ്മളെ സ്വന്തമായിട്ട് നമുക്കൊരു ഡ്രസ്സ് വേണമെങ്കിൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അതുപോലെ എംബ്രോയ്ഡറി ചെയ്യാനായാലും ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ എത്ര ഒരു പൈസ ചിലവ് കാര്യങ്ങൾ വരുന്നു. അപ്പം നമുക്ക് വേറെ ഒന്നും പറ്റിയില്ലെങ്കിലും നമുക്ക് സ്വന്തമായിട്ടുള്ള നമ്മുടെ ഡ്രസ്സ് നമുക്ക് ചെയ്തെടുക്കാം, നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം, നമ്മുടെ കാര്യങ്ങളായാലും നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ നിന്ന് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം. വീട്ടിലിരുന്നായാലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിനൊരു വരുമാനം ഉണ്ടാക്കാനായിട്ടും പറ്റും. നമുക്കിത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ വീട്ടമ്മമാർക്കായാലും സ്റ്റുഡൻസിനായാലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ ഭയങ്കര ഇതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ഈ കോഴ്സ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ല രീതിക്ക് തന്നെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ളൊരു മാർഗ്ഗം തന്നെയാണ്. നമുക്ക് ബുട്ടിക്കുകളിൽ പോയിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ബുട്ടിക്ക് ഇടാം. അതുപോലെ നമുക്ക് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താലും നമുക്കൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയാണ്. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം.